ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു അടിപൊളി ചിക്കൻ തോരൻ റെസിപ്പി കണ്ടാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ബോൺലെസ് ചിക്കനാണ് അധികം എടുത്തിരിക്കുന്നത്. അത് നീളത്തിൽ തന്നെ കീറിയെടുക്കണം. പിന്നെ ഇതിലേക്ക് ഇഞ്ചി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, എരിവില്ലാത്ത മുളക് പൊടി ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വെള്ളം ഒട്ടും ചേർക്കാതെ തന്നെ നമുക്കിത് ഒരു 2 സീറ്റി അടിച്ച് എടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ്. നമുക്ക് ഈ ബോൺലെസ് ചിക്കനൊക്കെ തിന്നാൻ കുട്ടികൾക്കൊക്കെ ഭയങ്കര മടിയാണല്ലോ. അപ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി കൊടുത്ത് നോക്കിയാൽ ഇത് മുതിർന്നവരും കുട്ടികളും എല്ലാവരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു തോരനാണ്. ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഇനി ഇതിന് വേണ്ടിയിട്ട് ഞാനത് സീറ്റി അടിക്കാൻ വെച്ച് ഇനി ഇതിന് വേണ്ടിയിട്ട് വഴറ്റാനുള്ള ഉള്ളിയും പച്ചമുളകും ഇടിച്ച വെളുത്തുള്ളി ഒന്ന് വഴറ്റി കൊടുക്കാം. നന്നായിട്ട് ഒരു ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരു തവണയെങ്കിലും ഇതൊന്ന് ആക്കി നോക്കണം. നല്ല ടേസ്റ്റാട്ടോ. ഈ ചിക്കനൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കൊക്കെ പറ്റിയ ഒരു തോരനാണിത്. പിന്നെ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ എരിവുള്ള മുളക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. വേറെ ഇതിനകത്ത് ചിക്കൻ മസാലയോ ഗരം മസാലയോ അല്ലെങ്കിൽ അങ്ങനെ വേറെ ഒന്നും വേണ്ട. ഇതിനകത്ത് ഈ ഒരു മുളക് പൊടി മാത്രം മതി. പിന്നെ ഓൾറെഡി നമ്മൾ കുക്കറിനകത്ത് മഞ്ഞൾപ്പൊടിയും എരിവില്ലാത്ത മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് ഒന്ന് വഴറ്റി കഴിയുമ്പോൾ അതിനകത്തോട്ട് ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുത്ത് ഒന്ന് ഡ്രൈ ആകുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം ആവശ്യത്തിന് തേങ്ങയ്ക്കും ഉള്ളിക്കും വേണ്ട ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. മുന്നേ ചിക്കന് വേണ്ടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. 2 സീറ്റി അടിച്ചിട്ടുള്ളൂ. നല്ല നീളത്തിൽ തന്നെ ചിക്കൻ അരിഞ്ഞെടുക്കണേ, നല്ല കാണാനും ടേസ്റ്റും ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ പൊടി ഇത് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ ആ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. പരമാവധി നമുക്കതിനകത്ത് ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളം ഒഴിവാക്കിയിട്ട് നമുക്ക് ആ ചിക്കൻ മാത്രം ഇട്ട് കൊടുക്കുക. അതിനകത്തോട്ട് നന്നായിട്ട് ഒരു ശകലം ആ ചിക്കനിൽ നിന്ന് വരുന്ന വെള്ളം ഒന്ന് വലിയാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് തീയൊന്ന് കൂട്ടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ ചിക്കനിലുള്ള വെള്ളവും എല്ലാം ഒന്ന് നന്നായിട്ട് ഡ്രൈ ആവുന്നത് വരെ നന്നായിട്ടിതൊന്ന് ഇളക്കി കൊടുക്കണം. ഒരുമാതിരി വെള്ളം മാറി തീരാനായിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഡ്രൈ ആകുന്നത് വരെ ഇളക്കി കൊടുക്കണം. എന്നാലേ അതിൻ്റെ ആ നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ. നന്നായിട്ടായി വരുന്നുണ്ട്. വെള്ളം വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു. ഇനി നമുക്ക് ഓഫ് ചെയ്ത് ഉപയോഗിക്കാം.